അല്ല, അതിൽ CPM അതിലൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. വീണയ്ക്കല്ലേ സമൻസ്. അത് വീണ അതൊക്കെ നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയും കഴിവുള്ള ഒരു ലേഡിയാണ്. അവരത് നോക്കിക്കോളും. അവരുടെ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ അവർ നോക്കും. അതിൽ CPM ഒരു അഭിപ്രായം പറയേണ്ട ഒരു ആവശ്യം ഇപ്പം ഇല്ല. പക്ഷേ CPM അന്നത്തെ റെയ്ഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധമൊക്കെ ഉയർത്തിയിരുന്നു. അന്ന് നിങ്ങളുടെ ചാനലിലൊക്കെ വീണയുടെ വീട് റെയ്ഡ് ചെയ്തു എന്നാണോ കൊടുത്തത്, അതോ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ്റെ വീട് റെയ്ഡ് ചെയ്തു എന്നാണോ നിങ്ങൾ വാർത്ത കൊടുത്തത്? എങ്ങനെയാണ് നിങ്ങൾ വാർത്ത കൊടുത്തത്? അല്ല, ഏതാ വീണയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നാണോ നിങ്ങൾ വാർത്ത കൊടുത്തത്? അതായിക്കോട്ടെ, നിങ്ങൾ വാർത്ത എങ്ങനെയാണ് കൊടുത്തത്? പിണറായി വിജയൻ്റെ മകളുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നാണോ കൊടുത്തത്, അതോ പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നോ? പിണറായിയുടെ വീട് റെയ്ഡ് ചെയ്യുന്നു എന്നല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? അങ്ങനെയല്ലേ നിങ്ങൾ വാർത്ത കൊടുത്തത്? അതെന്തോ ആയിക്കോട്ടെ, നിങ്ങളന്ന് വാർത്ത കൊടുത്ത് പിണറായിയുടെ വീട് റെയ്ഡ്, ED പിണറായിയുടെ വീട്ടിൽ കേസെന്തോ ആവട്ടെ, നിങ്ങൾ വാർത്ത കൊടുത്താ ഞാൻ ചോദിക്കുന്നത്. അത് വേറെ പ്രശ്നം. നിങ്ങൾ പിണറായിയുടെ വീട്ടിൽ ED കയറി റെയ്ഡ് ചെയ്യുന്നു എന്നാ വാർത്ത കൊടുത്തത്. അല്ല, പിണറായിയെ ലക്ഷ്യം വെച്ച് തന്നെ ആയിരുന്നു. അതുകൊണ്ടാണല്ലോ ജനങ്ങൾ ചേർത്തത്. അല്ല, ഇപ്പോ വീണയ്ക്ക് ED സമൻസ് കൊടുത്തിട്ടുണ്ട്. വീണ അത് നിയമപരമായിട്ട് കൈകാര്യം ചെയ്യാൻ നല്ല പ്രാപ്തിയുള്ള ഒരു ലേഡിയാണ്. അവരത് ചെയ്തോളും. പിണറായിക്കെതിരെ ലക്ഷ്യം വയ്ക്കുന്നത് CPM ലക്ഷ്യം വയ്ക്കൽ തന്നെയാണ്. അതിലെന്താ സംശയം? പിണറായിയെ ലക്ഷ്യം വയ്ക്കുന്നത് CPM തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലാണ്. അതൊന്നും കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കില്ല. ജനങ്ങളത് ചേർക്കും. CPM തകർക്കാൻ ഒരു ശക്തിയെയും അനുവദിക്കാൻ പോകുന്നില്ല. സമൻസ് വീണയ്ക്ക് കൊടുത്തിട്ടുണ്ട്. വീണ അതിന് നിയമപരമായിട്ടുള്ള മറുപടി കൊടുക്കുക. ആ നിയമപരമായിട്ട് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ വീണ അത് ചെയ്തോളും. വീണയ്ക്ക് അതിനൊക്കെയുള്ള പ്രാപ്തി ഉണ്ടല്ലോ. പാർട്ടിക്ക് അതിൽ ഇടപെടേണ്ട ഒരു ആവശ്യമില്ലല്ലോ. വീണയ്ക്കല്ലേ സമൻസ്. വീണ നോക്കും നിയമപരമായിട്ട്. അങ്ങനെ ആയി വരട്ടെ, അപ്പം നോക്കാം. പിണറായിയെ ലക്ഷ്യം വയ്ക്കുന്നത് CPM ലക്ഷ്യം വയ്ക്കുന്നത് തുല്യ. അത് ഞങ്ങൾ സമ്മതിക്കില്ല. അത് ഞങ്ങളല്ല, ജനങ്ങളും സമ്മതിക്കില്ല. വീണയ്ക്ക് സമൻസ് കൊടുത്തത് നിയമപരമായിട്ട് വീണ കൈകാര്യം ചെയ്തോളും. അതിപ്പോൾ നമ്മളാരും അതിൽ വ്യാകുലപ്പെടേണ്ട ഒരു ആവശ്യമില്ല. സാധാരണ നിയമ നടപടി എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിനെ പറ്റി എന്താ മനസ്സിലാക്കിയിട്ടുള്ളത്? നിങ്ങളൊക്കെ ലോകത്തെ ഇത്രയും കൺവിക്ഷൻ റേറ്റ് കുറവുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇല്ല. EDയുടെ കൺവിക്ഷൻ റേറ്റ് എത്രയാണെന്ന് അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ബിലോ 1% ആണ്. ED നടത്തിയിട്ടുള്ള ഈ ഇടപെടൽ മുഴുവൻ ഇന്ത്യ രാജ്യത്തിലെ ഇപ്പോൾ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ എതിരാളികളെ തകർക്കുക എന്ന ലക്ഷ്യത്തിലാണ്. ED എന്ന് പറഞ്ഞാൽ സംഘപരിവാർ അവരുടെ രാഷ്ട്രീയ ശത്രുക്കളെ കൈകാര്യം ചെയ്യാനുള്ള ഒരു വേട്ടപ്പട്ടിയെ പോലെ ഉപയോഗിക്കുകയാണെന്ന് അറിയാത്തവർ നിങ്ങളാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളോട് സഹതാപം മാത്രം. അത് ഇന്ത്യയിലെ രാജ്യത്തെ എല്ലാവർക്കും അറിയാം. അത് അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് സഹതാപം മാത്രമേ ഉള്ളൂ. നിയമപരമായിട്ട് ED നടത്തുന്ന ഇടപെടലുകളിനെയൊക്കെ ആരെതിർക്കും? അവർ നിയമപരമായിട്ട് നോക്കേണ്ടത് അവർ കമ്പനി നോക്കിക്കോളും. രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടാണ് ഇവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലായിടത്തും. ആ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചിട്ടുള്ള നീക്കത്തെ ഒന്നും കേരളത്തിലെ ജനങ്ങളോ ഞങ്ങളുടെ പാർട്ടിയോ അംഗീകരിക്കാൻ പോകുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടണും അമർത്തുക.